യോഹന്നാന്റെ സുവിശേഷം എടുത്ത് 20-ാം അധ്യായം എടുത്ത്. ഹല്ലേലൂയ. നമുക്കതിന്റെ 25-ാമത്തെ വാക്യം. സ്തോത്രം. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം ഈ തോമസ് ഇല്ലാഞ്ഞപ്പോൾ തോമസ് വന്നു പറഞ്ഞു, ഇന്നൊരു സംഭവം നടന്നു. എന്തുവാ? ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞങ്ങള് കർത്താവിനെ കണ്ടു. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറഞ്ഞു. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്ക് അവന്റെ ആണിപ്പാഴുതുള്ള കയ്യിൽ വിരലിടണം, അവന്റെ വിലാപ്പുറത്ത് എനിക്ക് കൈയിടണം, എന്നാ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. അടുത്തോടെ വായിക്കണേ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. ചുമ്മാ കയറി കമന്റ് അടിക്കുന്നതൊക്കെ തമ്പുരാന്റെ പുസ്തകത്തിൽ കയറുന്നുണ്ട്. വേണ്ട, മിണ്ടുന്നില്ല. ലൂസിഫർ പിശാച് ഇതിനു മുമ്പേ ആരായിരുന്നു? വർഷിപ്പ് ലീഡറായിരുന്നു. എന്തുവാ? വർഷിപ്പ് ലീഡറായിരുന്നു. സൂക്ഷിച്ചോണം എല്ലാവരും. വർഷിപ്പ് ചെയ്യുന്നവരും വർഷിപ്പ് ലീഡർമാരും ഒക്കെ പാസ്റ്റർമാർ സൂക്ഷിക്കുന്നതിനെക്കാട്ടി സൂക്ഷിച്ചോണം. എന്ത് ചെയ്യുക? ഞങ്ങളുടെ വർഷിപ്പ് സൂക്ഷിച്ചോണം. ആരാധിക്കുന്ന വർഷിപ്പ് ചെയ്യുന്ന എല്ലാവരും സൂക്ഷിച്ചോണം. പാടുന്ന നിങ്ങൾ സൂക്ഷിച്ചോണം. കാരണം ഇവൻ വലിയ ആരാധനക്കാരനായിരുന്നു. ആര്? ലൂസിഫർ. ഈ ദൈവസന്നിധിയിലെ ആരാധനയൊക്കെ ഈ യെശയ്യാവിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന്, 6 ചിറകുള്ള സാറാഫുകൾ. ഇവിടെ നോക്കി, ഇവിടെ ഒരു 2 കീബോർഡ് വെച്ചാൽ ഈ ഋതമല്ല ഇവിടെ ഉണ്ടാക്കിയേക്കുന്നേ. ഇന്ന് കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാനുള്ള സകല ഋതങ്ങളും ഈ ചിറകുകളുടെ അടി സെറ്റ് ചെയ്തിരിക്കുക. ഈ ചിറകിങ്ങനെ വിടർത്തുമ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടി ഇളകി ആടുന്ന ആരാധന സ്വർഗത്തിൽ നടന്നുകൊണ്ടിരുന്നാലും 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ ആ ആരാധന വിട്ട് ദൈവം ഈ ആരാധനയ്ക്ക് വരും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൂതന്റെ ആരാധനയേക്കാൾ പാപ്പച്ച നിന്റെ ആരാധന കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്.